ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹിബ സ്വീറ്റ് ഹോമിൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാലട പായസമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അട തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ അരിപ്പൊടിക്ക് പകരമായിട്ട് പച്ചരി വെള്ളത്തിലിട്ട് അരച്ചിട്ട് ആ ഒരു മാവ് എടുക്കാവുന്നതാണ്. അപ്പോൾ അരിപ്പൊടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാര, അതുപോലെ കുറച്ച് വെള്ളം കൂടിയാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടയ്ക്കായിട്ടുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവിനെ വാഴയിലയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വാഴയിലയിൽ മാവൊക്കെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ വാഴയില ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഈ വാഴയില അതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ വാഴയില മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയിലയുടെ നാര് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കെട്ടി വെക്കാം. അപ്പോൾ ഇത് എല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ടെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അതൊരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ അടയൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ പാലൊക്കെ ഒന്ന് തിളച്ച് നന്നായി ഒന്ന് കുറുകി വരട്ടെ. ഈ പാലൊക്കെ ഒന്ന് നന്നായി കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഇലയിൽ നിന്ന് അടേനെയൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അതേ അടയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടേനെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതേ ആ സമയം കൊണ്ട് പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം.
ഇത് നെയ്യൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടയൊക്കെ ഒന്ന് ഇതിലിട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഏലക്കൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ.